അങ്ങകലെ ഖത്തറിൽ നിന്നും ഒരു ദൈവനിയോഗം പോലെയാണ് ഈ ദമ്പതികൾ ഇവിടെ എത്തപ്പെട്ടത്. ഖത്തർ പെട്രോളിയം കമ്പനിയിൽ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന മൗസ റാഷിദ് മുഹമ്മദ് സെയ്ഫും ഭാര്യ അൽ ഹസൻ അൽ അലിയും 2 വർഷം മുമ്പ് ഒരു സുഹൃത്തിനൊപ്പം മുംബൈ സന്ദർശിക്കാൻ എത്തിയതാണ്. അവിടെ നിന്ന് മറ്റൊരു സുഹൃത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് കണ്ണവം എന്ന ഈ ചെറിയ ഗ്രാമത്തിലെത്തി. സംരക്ഷിക്കാൻ ആരുമില്ലാത്ത കുറേ കൊച്ചു പെൺകുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കണമെന്ന ആശയമുണ്ടായത് ഒരു ദൈവനിശ്ചയമായിരുന്നുവെന്ന് ഇവർ പറയുന്നു. هذا خاص حق اليتيم. هذا خصوصي حق ايتام يعني ما في حق شيء ثاني بس يتيم خصوصي مدرسة ولا شيء. ما في هذه مدرسة يعني مدرسة ما في نشان يعني شيء ضروري شيء ثاني جامعة شيء ما في هذا خصوصي بس حق كفالة الايتام. وين يتيم ما في ماما ما في بابا يجي يتيم في ماما ما في بابا يجي. കണ്ണവം സ്വദേശിനി ഷാഹിദ സൗജന്യമായി നൽകിയ 35 സെന്റ് സ്ഥലത്ത് അങ്ങനെയാണ് മിറ ഹോം ഫോർ ഗേൾസ് എന്ന ഈ സ്ഥാപനം ഉയർന്നു വന്നത്. മൗസ റാഷിദ് മുഹമ്മദ് സെയ്ഫും ഭാര്യയും നേരിട്ടായിരുന്നു കെട്ടിടം നിർമ്മിച്ചതും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയതും. 17 പെൺകുട്ടികളുണ്ട് ഇപ്പോഴിവിടെ. 50ഓളം പേരെ ഉൾക്കൊള്ളാനുള്ള സൗകര്യം സ്ഥാപനത്തിനുണ്ട്. ഇക്കഴിഞ്ഞ മെയ് 17-നാണ് സ്ഥാപനം ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. ഒരു അനാഥാലയം എന്ന രീതിയിലല്ല, മറിച്ച് ഒരു വീടെന്ന നിലയ്ക്ക് ഈ സ്ഥാപനത്തെ കൊണ്ടുപോകാനാണ് ഇവരുടെ ആഗ്രഹം. കണ്ണവത്ത് ഇവരെ സഹായിക്കാൻ സാജിദ ഹാരിസിനെ പോലെ ഒരുപറ്റം ആളുകളുമുണ്ട്. കേരളത്തെ ഏറെ സ്നേഹിക്കുന്ന ഈ ദമ്പതികളുടെ മനസ്സിൽ ഇനിയും ഒരുപിടി സേവന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന ആഗ്രഹം ബാക്കിയുണ്ട്. മീഡിയ 1 കണ്ണൂർ.